CP മാർബിൾസ് കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായിട്ട് മാർക്കറ്റിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കാലയളവിൽ കസ്റ്റമർ പാറ്റേണിൽ, കസ്റ്റമർ ബൈയിങ് പാറ്റേണിൽ, കസ്റ്റമർ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? 45 വർഷമായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ വന്ന് പോയിട്ടുണ്ട്. ഈ ഇടയായിട്ട് റീസെൻ്റ് ആയിട്ട് വന്ന മാറ്റം എന്ന് പറയുന്നത്, മുമ്പെല്ലാം നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ കസ്റ്റമർ കൊണ്ടുപോകുക എന്നുള്ളതിലുപരി ഇപ്പം കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് യൂട്യൂബ്, ഗൂഗിളെല്ലാം നോക്കിയിട്ട് കംപ്ലീറ്റ് അവർ ഡിസൈഡ് ചെയ്തിട്ട് വരികയാണ്. ബെഡ്റൂമിലേക്ക് ഇതാണ് വേണ്ടത്, സിറ്റ് ഔട്ടിലേക്ക് ഇതാണ് വേണ്ടത്, ബാത്റൂമിലേക്ക് ഇതാണ് വേണ്ടതെല്ലാം കംപ്ലീറ്റ് അവർ ഡിസൈഡ് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാളും ശരിക്കും പറയുന്നത് നമ്മളെക്കാളും എഡ്യൂക്കേറ്റഡ് ആണ് കസ്റ്റമർ എന്നുള്ളതാണ്. ഇതിൽ വേറൊരു മാറ്റം എന്ന് പറഞ്ഞത് ഡിസിഷൻ മേക്കിങ്ങിനാണ്. ഡിസിഷൻ മേക്കിങ്ങിൽ മുമ്പെല്ലാം ഫാദർ വരിക, മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, തിരിച്ചു പോവുക എന്നുള്ളപരി ഇപ്പോൾ ജെൻസിക്കാർക്ക് വലിയൊരു പ്രാധാന്യം ഇതിലുണ്ട്. ഇവർ ഫാദർ വന്ന് പോയാലും ജെൻസി ജനറേഷനിലെ ആളുകൾ വന്നിട്ട് ഇവരാണ് ഇത് കൺഫേം ചെയ്യുന്നത്. ഇവർക്ക് നല്ല രീതിയിലുള്ള ഐഡിയ ഉണ്ടാവും, ഏത് മെറ്റീരിയൽ ബെഡ്റൂമിലേക്ക് വരണം, ഏത് മെറ്റീരിയൽ സിറ്റ് ഔട്ടിലേക്ക് വരണം, ഫ്ലോയറിലേക്ക് ഏത് മെറ്റീരിയൽ വരണം എന്നുള്ളതെല്ലാം നല്ല ഐഡിയകൾ ഉണ്ടാവും.